നേതൃത്വത്തില് മുന്നേറ്റമുണ്ടായി. സ്വാമി ഭൂമാനന്ദ തീർത്ഥയെല്ലാം ക്യാമ്പ് ചെയ്യുകയും തൂക്കം നിരോധിക്കണം എന്ന് പറയുന്ന ഒരു ഘട്ടമൊക്കെ എത്തിയിരുന്നു. അങ്ങനെ വലിയ തോതിൽ ചേരിതിരിഞ്ഞ സംഘർഷ അന്തരീക്ഷങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ്. ശരിക്കും ആ സംഘർഷ അന്തരീക്ഷത്തില് ഈ ഭക്തന്മാരുടെ ഒരു വിഭാഗവും സ്വാമിമാരുടെ നേതൃത്വത്തിലെ വിമതന്മാരുടെ ഒരു വിഭാഗവും ഒക്കെയായി ചിരപുരാതനമായി നിലനിൽക്കുന്ന ഒരു ആരാധനാ സമ്പ്രദായത്തെ തടയാനുള്ള ശ്രമങ്ങളൊക്കെ ഉണ്ടായി. അന്ന് KFP ആംഡ് ബറ്റാലിയനൊക്കെ അവിടെ ക്യാമ്പ് ചെയ്യേണ്ട സ്ഥിതി ഉണ്ടായി. സംഘർഷപൂരിതമായ അന്തരീക്ഷത്തെ ഒരു തുള്ളി ചോര പോലും വീഴാതെ പരിഹരിക്കാൻ നമുക്ക് സാധിച്ചത് സംഘപ്രവർത്തനത്തിന്റെ ആ ഗ്രാമങ്ങളിലുള്ള നമ്മുടെ സ്വാധീനം കൊണ്ടാണ്. അന്ന് സ്വർഗീയ മാധവജിയുടെയൊക്കെ നേതൃത്വത്തിൽ നടന്ന ആ മുന്നേറ്റങ്ങളിലാണ് ഈ ഇളവൂർ തൂക്കത്തിന് പരിഹാരം കണ്ടെത്തുകയും അന്ന് മുതൽ മറ്റൊരു ചടങ്ങിലേക്ക് ഇളവൂർ തൂക്കം എത്തുകയും ചെയ്യുന്നത്. അപ്പൊ കേരളത്തിലെ പച്ചമാംസത്തിൽ തൂക്കി ആളെ തൂക്കുന്ന ചടങ്ങ് നടക്കുന്ന ഏത് കേന്ദ്രമായിരുന്നു അന്ന് ഇളവൂർ കുത്തങ്കാവ് ക്ഷേത്രം എന്നുള്ളത്. ഏകദേശം 2 വർഷത്തോളം നീണ്ടു നിന്നായിരുന്നു ആ പ്രക്രിയ എന്ന് പറയുന്നത്. അത് സമാധാനപരമായി നമുക്ക് പരിഹരിക്കാൻ സാധിച്ചത് അവിടെയെല്ലാം ഹിന്ദു സമൂഹത്തിന്റെ വിശ്വാസം ആർജിച്ചുകൊണ്ട് തന്നെ നമുക്ക് ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് അതിനകത്തൊരു പ്രധാനപ്പെട്ട നമ്മളുടെ നീക്കങ്ങളിലൊന്നും നമുക്ക് പറയാൻ സാധ്യമാകും. അതുപോലെ ഈ മാർക്സിസ്റ്റ് പാർട്ടിയുമായുള്ള സംഘർഷങ്ങൾ, നിരന്തരമായ സംഘർഷങ്ങൾ. അന്ന് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ പലരും ഇന്ന് പദ്ധതി വികലാംഗരായി നമ്മുടെ ഗ്രാമങ്ങളിൽ ജീവിക്കുന്നുണ്ട്. അന്നൊക്കെ ഭാഗ്യം കൊണ്ടാണ് ഇന്ന് പലരും പൂർണ്ണ ആരോഗ്യത്തോടുകൂടി നമ്മുടെ മുന്നിലുള്ളത്. അപ്പൊ അങ്ങനെ ഒരു കാലയളവിലും 1 ഇഞ്ച് പോലും പുറകോട്ടേക്ക് പോകാതെ സംഘപ്രവർത്തനം കാര്യക്ഷമമായി കൊണ്ടുപോകാനായിട്ട് ഈ 80-കൾ 90-കളിൽ നമുക്ക് സാധിച്ചതാണ്. അതുപോലെ 90-കളിലെ അയോധ്യ മൂവ്മെന്റുകൾ അത് നമ്മൾ വളരെ ഫലപ്രദമായി തന്നെ ആ സമയത്ത് കൊണ്ടുപോവുകയും അതോടൊപ്പം തന്നെ സംഘപ്രവർത്തനത്തിന്റെ വിവിധങ്ങളായ മേഖലകളെല്ലാം ശക്തി പ്രാപിക്കുന്ന കാലഘട്ടങ്ങളിലേക്കും പ്രഭാവി മണ്ഡലം, വികസിത മണ്ഡലം ഒക്കെ ആ സമയത്ത് ഉണ്ടാക്കാൻ സാധിച്ചത് സംഘപ്രവർത്തനത്തിന്റെ വളരെ ആഴത്തിലുള്ള പ്രവർത്തനം, ആത്മാർത്ഥമുള്ള പ്രവർത്തനമാണ്. അതിന് നേതൃത്വപരമായി പങ്കുവയ്ക്കപ്പെട്ട വ്യക്തികളാണ് ആർ വി ബാബുച്ചേട്ടൻ എന്നതുകൂടി വളരെ സ്മരണീയമാണ്. ഞാൻ ആ സമയത്ത് ബാലശാഖയിലൊക്കെ പ്രവർത്തിച്ചതുകൊണ്ട് എനിക്ക് കുറെ കാര്യങ്ങൾ ഇപ്പോൾ ഓർമ്മ വരുന്നുണ്ട്. വിസ്താര ഭയം കൊണ്ട് ഞാൻ അതിലേക്ക് കടന്നു പോകുന്നില്ല. ഈ കാലഘട്ടങ്ങളിൽ തന്നെയാണ് സംഘർഷത്തിന്റെ വിധങ്ങളിൽ. ഇപ്പോ ബാബുച്ചേട്ടൻ ശ്രീശങ്കര കോളേജില് വിദ്യാർത്ഥിയായിരിക്കുന്ന സമയത്താണ് അവിടെ നമുക്കറിയാം കേരളത്തിലെ എല്ലാ വർഷവും സംഘർഷമുണ്ടെങ്കിൽ അത് കേരളത്തിലെ കാന്തി ശങ്കര കോളേജിലാണ്. ഈ പരുമല നമ്മുടെ ABP വിദ്യാർത്ഥികൾ, ദേവസ്വം ബോർഡ് കോളേജിലെ വിദ്യാർത്ഥികൾ 3 വിദ്യാർത്ഥികളെ മൃഗീയമായി കൊലപ്പെടുത്തിയതിനു ശേഷം അതിന്റെ പ്രതികൾ താമസിച്ചത് നമ്മുടെ കാലിയിലെ ശങ്കര കോളേജിന്റെ ചുറ്റുവട്ടത്തുള്ള ഗ്രാമങ്ങളിലും പാർട്ടി വീടുകളിലും ഒക്കെയായിരുന്നു. അതുപോലെ എവിടെയെല്ലാം സംഘർഷം ഉണ്ടായാലും അവരുടെ ഒരു ആശ്രയ കേന്ദ്രമോ സുരക്ഷിതമായ ഒളിസങ്കേതങ്ങളായിരുന്നു കാലി ശങ്കര കോളേജ് എന്നുള്ളത്. അങ്ങനെ ബാബുച്ചേട്ടനൊക്കെ പങ്കെടുത്ത ഒരു രക്ഷാബന്ധൻ, ആ രക്ഷാബന്ധനെ അവർ തടയുകയുണ്ടായി. രക്ഷാബന്ധൻ നടത്താൻ സമ്മതിച്ചില്ല എന്നുള്ളതാണ്. ABP സംഘടിപ്പിച്ച പരിപാടിയായിരുന്നു അത്. ആ പരിപാടിയിൽ ചെറിയ സംഘർഷം ഉണ്ടായി. ABPയില് ബാബുച്ചേട്ടൻ പ്രവർത്തിക്കുന്ന കാലഘട്ടങ്ങളില് കാലയിൽ സംഘർഷങ്ങൾ ഉണ്ടായിട്ട് നമ്മുടെ നിരവധി പ്രവർത്തകർക്ക് അതിന് പരിക്ക് പറ്റിയിട്ടുണ്ട്. പിന്നീട് ഈ രക്ഷാബന്ധൻ ഉണ്ടായ സമയത്തും അവർ തടയുകയുണ്ടായി. അതില് അന്ന് അവിടെ ഡിഗ്രിക്ക് പഠിച്ചിരുന്ന ഒരു വിദ്യാർത്ഥിനിയായിരുന്നു ഡോക്ടർ മേഘ. മേഘ എന്നോട് വരേണ്ടതാണ്. മേഘ എന്നൊരു അധ്യാപിക കൂടിയാണ്. മേഘ ഇപ്പൊ വണ്ടിയിലാണ്. അതെ, കറക്റ്റ് സമയം മേഘയോട് എത്തി. മേഘ ഒരു കൺസൾട്ടന്റ് കൂടിയാണ്, ഒത്തിരി തിരക്കുള്ള ആളാണ്. നമുക്കിന്നിവിടെ മൈക്ക് കോമ്പയറിങ്ങിന് എത്താം എന്ന് നേരത്തെ ഏറ്റതാണ്. ട്രാഫിക് ബ്ലോക്ക് കണ്ട് വരാൻ വൈകിയതാണ്. എന്തായാലും മേഘയുടെ വിഷയം പറഞ്ഞപ്പോഴാണ് മേഘ ഈ ഹോളിലേക്ക് കടന്നു വന്നത്. മേഘ എന്നൊരു ഡിഗ്രി സ്റ്റുഡന്റ് ആണ്. അന്നത്തെ സംഘർഷത്തില് വളരെ പരിക്കുപറ്റ ഒരാളാണ് മേഘ. ദീർഘകാലം വിശ്രമിക്കേണ്ടി വന്നു എന്നുള്ളതാണ്. പിന്നീട് അതൊക്കെ കടന്നുപോയി. മേഘ ഒരുപാട് പോയി. നിരവധി യൂണിവേഴ്സിറ്റി ബിരുദങ്ങളും ഡോക്ടറേറ്റൊക്കെ നേടിയ ആളാണ് മേഘ. ആ സംഘർഷത്തെ തുടർന്ന് കാലടി ശങ്കര കോളേജില് ഈ SFIയുടെ ഗുണ്ടായിസത്തിനെതിരെ നമ്മളൊരു മൂവ്മെന്റ് നടത്തുകയുണ്ടായി. ആ മൂവ്മെന്റിലാണ് പിന്നീട് കാലടി കോളേജിലെ സംഘർഷങ്ങൾക്ക് ചെറുതായിട്ടെങ്കിലും വിരാമമിടാൻ സാധിച്ചത്. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അതിനുശേഷം ഒരു നീണ്ട 10 വർഷക്കാലം കാലടി ശങ്കര കോളേജിൽ സംഘർഷങ്ങൾ ഉണ്ടായിട്ടില്ല. അപ്പൊ അതേപോലെ ഓരോ സമയങ്ങളിലും അതിന് നീക്കങ്ങൾ നടത്തുവാനും നമ്മുടെ സംഘടനാ പ്രവർത്തനത്തെയും സമൂഹത്തെയും എല്ലാം പ്രതിരോധിക്കുവാനും ആത്മവിശ്വാസത്തോടെ നിലനിർത്താനും ഒക്കെയുള്ള സാഹചര്യങ്ങൾ നമുക്കന്ന് സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് അതിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി. ഈ ഒരു പോരാട്ട വീര്യം ഉള്ളത് കൊണ്ട് കൂടിയായിരിക്കാം ഹിന്ദു ഐക്യവേദി രൂപീകരിക്കുന്ന സമയത്ത് നമുക്കറിയാം കേരളത്തിലെ ഹിന്ദു സമൂഹത്തിലുണ്ടായിരുന്ന വലിയൊരു പ്രതിസന്ധി കാലഘട്ടങ്ങളാണ് ഹിന്ദു ഐക്യവേദി രൂപീകരിക്കുന്നത്.
അപ്പൊ അതിനുവേണ്ടി എല്ലാ ജില്ലകളിലും ബൈഠക്കുകൾ നടക്കുമ്പോൾ ആലുവ സംഘ ജില്ലയിൽ ബൈഠക്ക് നടക്കുമ്പോൾ സംഘ കാര്യകർത്താക്കന്മാർക്ക് സംശയമൊന്നും ഉണ്ടായില്ല. അന്ന് എറണാകുളം വിഭാഗ പ്രചാരമായിരുന്ന മാന്യ രാധാകൃഷ്ണേട്ടൻ തന്നെയാണ് ആ ബൈഠക്ക് എടുക്കുന്നത്. ആ പോരാട്ടത്തിന്റെ ഫലമായി ഹിന്ദു ഐക്യവേദി എറണാകുളം ജില്ലയിൽ കാഴ്ചവെച്ച പ്രവർത്തനങ്ങൾ ചെറുതൊന്നുമല്ല. 2008 മുതൽ നമ്മൾ റവന്യൂ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കാൻ തുടങ്ങി. സമ്പൂർണ്ണ താലൂക്കുകളിലും ഏകദേശം 70-75% പഞ്ചായത്തുകളിലേക്കും നമ്മുടെ പ്രവർത്തനത്തെ എത്തിക്കാൻ നമുക്ക് സാധിച്ചു എന്നുള്ളതാണ് അതിന്റെ ഒരു വസ്തുത. അങ്ങനെ 2003 കാലയളവില് ഹിന്ദു ഐക്യയുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ടേക്ക് പോയതിനു ശേഷം ഈ ജില്ലയിലെ നിരവധി സമരമുഖങ്ങൾ നമ്മൾ തുറക്കുകയുണ്ടായി. അതാണ് ഞാൻ നേരത്തെ പോരാട്ട വീര്യം എന്ന് പറയാൻ കാരണം. എവിടെയെല്ലാം ഇപ്പൊ ഹിന്ദു ഐക്യവേദി മുന്നോട്ടേക്ക് വെച്ച പ്രധാന മുദ്രാവാക്യം എന്തായിരുന്നു? ഹിന്ദു സമൂഹത്തിന് നേരെ ഉയരുന്ന വെല്ലുവിളികളെ ചോദ്യം ചെയ്യപ്പെടാതെ പോകരുതെന്നുള്ളതാണ്. സ്വർഗീയ ദേവറസ്റ്റിയുടെ വാക്കാണത്. അത് ഹിന്ദു ഐക്യവേദി ഒരു മുദ്രാവാക്യമായി ഏറ്റെടുക്കുകയുണ്ടായി. അങ്ങനെ ആ കാലയളവ് നമ്മൾ ശ്രദ്ധിച്ചറിയാൻ സാധിക്കും. സംഘടനാപരമായി നമുക്ക് ഇത്രയും സാമൂഹികമായ സാഹചര്യങ്ങളും പിന്തുണയും ഇല്ലാതിരുന്ന കാലഘട്ടങ്ങളിലും എറണാകുളം ജില്ലയിലെ ഹിന്ദു ഐക്യവേദി ഏറ്റെടുത്ത ഒരു സമരങ്ങൾ പോലും പരാജയപ്പെട്ടിട്ടില്ല. ഏകദേശം ഒരു 2011-12 കാലഘട്ടങ്ങൾ പരിശോധിച്ചാൽ ഈ ജില്ലയിലെ 28 പഞ്ചായത്തുകളിൽ പൊതു ശ്മശാനത്തിന് വേണ്ടി ഒരേ സമയത്ത് നമ്മൾ പ്രക്ഷോഭങ്ങൾ നടത്തിയിട്ടുണ്ട്. വിവിധ താലൂക്കുകളിലായിട്ട് 28 പഞ്ചായത്തുകളിൽ അറ്റ് എ ടൈം നമ്മൾ പ്രക്ഷോഭങ്ങളിലായിരുന്നു. അതേപോലെ 23 ക്ഷേത്രങ്ങളിലെ ഭൂമി സംബന്ധമായ കേസുകളിലും ഹിന്ദു ഐക്യവേദി ഔപചാരികമായി അന്ന് കക്ഷി ചേരുകയോ പ്രക്ഷോഭങ്ങളിൽ പങ്കെടുക്കുകയോ എല്ലാം ചെയ്തിട്ടുണ്ട്. അത് നിയമപരമായ പോരാട്ടം 2008 ആലുവ ശിവരാത്രി മണപ്പുറത്തിന്റെ ഇഷ്യൂ ഉണ്ടാവുന്നത്. മണപ്പുറം എന്ന് പറയുന്നത് 135 ഏക്കറാണ്. അതിൽ 13.5 ഏക്കർ കഴിഞ്ഞാൽ ബാക്കി മുഴുവൻ മുനിസിപ്പാലിറ്റി സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുകയായിരുന്നു. അതിന്റെ ഒരു ഫേസ് മാർക്കറ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ ഏകദേശം 500 കോടി രൂപ വരും. ഇത് റിയൽ എസ്റ്റേറ്റുകാർ വിലയിട്ടിട്ടുകൊണ്ടാണ് അന്ന് 2008 മണപ്പുറത്തിന്റെ കച്ചവടം നടന്നത്. അങ്ങനെ മണപ്പുറവുമായി നടത്തിയ പോരാട്ടങ്ങൾ, നിയമപരമായ പോരാട്ടങ്ങൾ, അതിനെ തുടർന്ന് 2014 ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ശിവരാത്രി ആഘോഷങ്ങൾക്ക് അല്ലാതെ മണപ്പുറം മറ്റു ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കരുത് എന്ന ഒരു താൽക്കാലിക വിധിയെങ്കിലും നമുക്ക് സമ്പാദിക്കാൻ കഴിഞ്ഞത്. ഇപ്പോഴും നമ്മളുടെ വിധി നിയമപരമായ വശങ്ങൾ പൂർണ്ണമായി എന്ന് ഞാൻ കരുതുന്നില്ല. എന്തായിരുന്നാലും ഇന്ന് നമുക്കറിയാൻ സാധിക്കും, ദക്ഷിണേന്ത്യൻ കുംഭമേള എന്നറിയപ്പെടുന്ന ശിവരാത്രി മണപ്പുറം ഇന്ന് നമ്മൾ കാണുന്ന സ്ഥിതിയിൽ അവിടെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിന് ഹിന്ദു ഐക്യയുടെ സംഭാവനകൾ ചെറുതല്ല. കെ.പി. ഹരിദാസൻ ഇവിടെ ഇരിപ്പുണ്ട്. കെ.പി. ഹരിദാസൻ നിരവധി തവണ ഈ പ്രക്ഷോഭങ്ങളുമായി ബന്ധപ്പെട്ട് ആലുവയിൽ യാത്ര ചെയ്തിട്ടുണ്ട്. എത്രയോ സമ്മേളനങ്ങൾ, എനിക്ക് തോന്നുന്നു നമ്മളൊരു 40ഓളം പ്രവർത്തകർ അതിൽ പ്രതികളായതാണ്. 6-7 കേസുകളായി നമ്മൾ അതിനകത്ത് പ്രതികളായിട്ട് ഇപ്പോഴും ആ കേസുകൾ തീർന്നിട്ടൊന്നുമില്ല. അപ്പൊ ഇങ്ങനെ നിരവധി ഈ മണപ്പുറവുമായി ബന്ധപ്പെട്ട് എറണാകുളം ജില്ലയിൽ നിരവധി ക്ഷേത്ര ഭൂമികളുടെ എൻക്രോച്ച്മെന്റിനെതിരെ നമ്മൾ സമരങ്ങൾ നടത്തുകയുണ്ടായി. ഈ സമരങ്ങൾക്കെല്ലാം നമുക്ക് നേതൃത്വം നൽകിയത് അല്ലെങ്കിൽ ഒരു ആത്മവിശ്വാസം നൽകിയത് ഹിന്ദു ഐക്യയുടെ നേതൃത്വപരമായ ഒരു സാമൂഹ്യ ഇടപെടലുകളാണ്. മണപ്പുറത്തിന്റെ ഇഷ്യൂ 2008 ആരംഭിച്ചതല്ല, എത്രയോ വർഷങ്ങളായി. ഏകദേശം 1965 മുതൽ ഈ ഭൂമി ദേവസ്വം ബോർഡ് കയ്യിലെടുത്തതാണ്. പക്ഷെ അതിനെതിരെ നമുക്കൊരു മൂവ്മെന്റ് നടത്തണമെന്ന് തോന്നിയത് ഹിന്ദു ഐക്യയുടെ രൂപീകരണത്തിന് ശേഷമാണ്. അപ്പൊ അത് 2 രീതിയിലാണ് നമ്മൾ ആ സമരങ്ങളെ ആസൂത്രണം ചെയ്ത് പ്രത്യക്ഷമായ ഒരു സമരവും നിയമപരമായ ഒരു പോരാട്ടവും. അങ്ങനെ 2 പോർമുഖങ്ങളിലൂടെയാണ് അത് മുന്നോട്ടേക്ക് പോയത്. അത് നമ്മള് പിന്നീട് കേരളത്തിലുള്ള വിവിധ ക്ഷേത്രഭൂമികളുമായുള്ള ബന്ധപ്പെട്ട എല്ലാത്തിലും ഈ ഒരു താളം നമ്മൾ ഉപയോഗിച്ചതായിട്ട് പിന്നെ കാണാൻ സാധിക്കും എന്നുള്ളതാണ് അതിന്റെ ഒരു വ്യത്യാസം. അപ്പൊ സമരത്തിന് ഒരു ചേരുവയുണ്ട് എന്ന് കണ്ടെത്തിയ സമയങ്ങളായിരുന്നു ആ കാലഘട്ടങ്ങളിലൂടെ നടന്നു പോയത്. പിന്നെ നമ്മളറിയാം, മുന്നോട്ടേക്ക് പോയതിനു ശേഷം നിരവധി 2-3 സംസ്ഥാന സമ്മേളനങ്ങൾ എറണാകുളം ജില്ലയിൽ നടന്നിട്ടുണ്ട്. മഹിളായ്ക്കയുടെ സംസ്ഥാന സമ്മേളനം നടന്നിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ ഏറ്റെടുത്ത് നടത്താൻ സാധിച്ചത് അതിന് നേതൃത്വപരമായ ഒരു സംഘടനാ സംവിധാനം നമുക്ക് ഈ ജില്ലയിൽ രൂപീകരിക്കാൻ സാധിച്ചതുകൊണ്ടാണ്. അതിന്റെ ഒരു സന്തോഷകരമായ വസ്തുത എന്ന് പറഞ്ഞാൽ ഈ സംസ്ഥാനത്ത് ഏറ്റവും സജീവമായി മുന്നോട്ടേക്ക് പോയ ഹിന്ദു ഐക്യയുടെ പ്രവർത്തന ജില്ലകളിലൊന്ന് എറണാകുളം ജില്ലയാണ് എന്നുള്ളതാണ്. അതിന് നേതൃത്വപരമായി പങ്കുവഹിച്ച ഒരാളും കൂടിയാണ് ആർ.ഇ. ബാബുച്ചേട്ടൻ എന്നുള്ളത് നമ്മൾ വളരെ സന്തോഷകരമായ ഒരു വസ്തുതയാണ്. നമുക്കറിയാം, ഈ അടുത്ത കാലഘട്ടങ്ങളിൽ ബാബുച്ചേട്ടൻ എന്തുകൊണ്ടാണ് ഇത്രയും ആൾക്കാർക്കും സുപരിചിതനാകുന്ന ഒരു കാരണം എന്താ? ഈ വാർത്താ പ്രാധാന്യത്തിന്റെ ഒരു ഇന്റർനെറ്റ് യുഗത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഈ ബൗദ്ധിക പോരാട്ട രംഗങ്ങളിൽ അത് പഴയ പോലെ ഒരു യുദ്ധത്തിന് സമാനമാണ്. കേവലം ഒരു ആശയപ്രചരണം മാത്രമല്ല ഇവിടുത്തെ ചാനലുകൾ നടത്തുന്നത്, അതൊരു വലിയ യുദ്ധമാണ്. ഈ യുദ്ധ മേഖലയിലേക്ക് നമുക്കധികം പോരാളികൾ ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ ഒരു 6-7 വർഷങ്ങളായിട്ടാണ് നമുക്ക് പലരും നമ്മൾ കാണുന്ന പല മുഖങ്ങളെയും നമുക്കിപ്പോ കാണാൻ തന്നെ സാധിക്കുന്നത്.
ഇതിന്റെ ആരംഭ കാലഘട്ടം എന്നുണ്ടെങ്കിൽ വളരെ ശുഷ്കമായിരുന്നു, ദുരിതപൂർണമായിരുന്നു. ബൗദ്ധിക ഹരിയേട്ടന്റെ വാക്കുകൾ കടമെടുത്താൽ ബൗദ്ധിക പോരാളികൾ നമുക്ക് വളരെ കുറവായിരുന്നു എന്നുള്ളതാണ്. ആ രംഗത്തേക്ക് ബാബുചേട്ടൻ സർഗാത്മകമായ ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട്. കേരളത്തിലെ എല്ലാ ചാനലുകൾക്കും സുപരിചിതനാണ്. അതുകൊണ്ട് തന്നെ സാമാന്യ ജനസമൂഹത്തിന്റെ മുൻപിൽ ഏറെ പ്രശസ്തനാണ് ബാബുചേട്ടൻ എന്നതുകൊണ്ട് കൂടി എന്റെ പണി കുറച്ച് കുറയും എന്നുകൂടി ഞാൻ കരുതുകയാണ്. അപ്പം ഞാൻ കൂടുതലേക്ക് കടത്തി വിശദീകരിച്ച് പോകുന്നില്ല. ബാബുചേട്ടനെ കൂടി ഒരു സാമാന്യ വിവരണം എന്ന് മാത്രം ഞാൻ ഉദ്ദേശിച്ചിരുന്നുള്ളൂ. ഇതിൽ പലർക്കും കൂടെ അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. ബാബുചേട്ടനേക്കാൾ കൂടുതൽ അറിയാവുന്ന ആൾക്കാർ നമ്മുടെ വേദിയിലും സദസ്സിലുമായി ഇവിടെ ഉപവിഷ്ടരാണ്. ബാബുചേട്ടനെ കുറിച്ചൊരു ലഘുപരിചയം മാത്രം നടത്തണം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എന്തായിരുന്നാലും കഴിഞ്ഞ 17 വർഷക്കാലം, എനിക്ക് തോന്നുന്നു 2008 തോന്നുന്നു, കോട്ടയം സമ്മേളനത്തിൽ വെച്ചാണ് ശ്രീമതി ശശികല ടീച്ചർ ഹിന്ദുഐക്യയുടെ സംസ്ഥാന അധ്യക്ഷയായി ചുമതലയേൽക്കുന്നത്. അന്ന് മുതൽ കേരളത്തിലെ എല്ലാ താലൂക്കുകൾ എന്ന് പറഞ്ഞാൽ പോലെ എല്ലാ പഞ്ചായത്തുകളിലും യാത്ര ചെയ്യുന്ന ഒരാളിൽ ശശികല ടീച്ചർ മാറി. ഒരു കൊടുങ്കാറ്റ് പോലെയാണ് ടീച്ചർ കേരളം മുഴുവൻ ഇളക്കി മറിച്ചത്. ആ വള്ളുവനാടൻ ഏറനാടൻ ശൈലിയില് മലയാളത്തിൽ ഉത്തേജിപ്പിക്കുന്ന ഉജ്ജ്വല വാഗ്മിയായി ടീച്ചർ മാറിയത് ടീച്ചറിന്റെ ആ മനോഭാവം കൊണ്ടാണ്, ഒരു പ്രവർത്തനക്ഷമത കൊണ്ടാണ്. ഹിന്ദുഐക്യയുടെ മുദ്രാവാക്യം മനസ്സേറിക്കൊണ്ട് ആ ഒരു അത്രയും പ്രായത്തിലും 365 ദിവസവും കേരളം അങ്ങോളം ഇങ്ങോളം, കേരളം എന്ന് മാത്രം പറഞ്ഞപ്പോൾ ലോകത്ത് എവിടെയെല്ലാം മലയാളി ഉണ്ടോ അവിടെ എല്ലാം ടീച്ചർ എത്തി എന്നുള്ളതാണ്. ഇപ്പൊ ഹിന്ദുഐക്യതി എന്ന് പറഞ്ഞാൽ ശശികല ടീച്ചറാണ് എന്നൊരു മുഖമുണ്ട്. അത് പ്രക്ഷോഭങ്ങൾക്ക് മാത്രമല്ല, ക്ഷേത്രങ്ങളുടെ ആധ്യാത്മിക സമ്മേളനങ്ങള്, അതേപോലെ സേവന രംഗത്തുള്ള സദസ്സുകൾ, ഇതിലെല്ലാം ടീച്ചർ വേണം എന്നൊരു ആവശ്യം ഗ്രാമങ്ങളിൽ ഉണ്ടായി. ഒരു കാലഘട്ടങ്ങളിൽ എറണാകുളം ജില്ലയിൽ ടീച്ചർ നടത്താത്ത ഗ്രാമങ്ങളില്ല. ഞാൻ ഓർക്കുന്നുണ്ട്, അന്ന് സംഘത്തിന്റെ പ്രാന്തപ്രചാരകര് എന്നെ വിളിച്ചു കൊടുക്കുക വാൺ ചെയ്തിട്ടുണ്ടായിരുന്നു, എറണാകുളം ജില്ലയിൽ ടീച്ചർക്ക് പരിപാടി കൊടുത്തിരുന്നു. കാരണം അതിനു മാത്രം ടീച്ചറുടെ യാത്ര ഗ്രാമങ്ങളിലൂടെ നടക്കുകയുണ്ടായി. അത്രയും ആവശ്യത്തിലുണ്ടായി എന്നുള്ളതാണ്. ടീച്ചറും ഭാഗ്യമുള്ള ആള് തന്നെ. ടീച്ചർ ഇപ്പൊ ഹെച്ചനെ വിളിച്ചു അതിലെ. അപ്പൊ ശരി, ഞാൻ സൂചിപ്പിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹിന്ദുഐക്യതി ഒരു പുതിയ പൂർമുഖം തുറക്കുകയുണ്ടായി. ആ മുദ്രാവാക്യം കേവല വാക്ക് മാത്രമായിരുന്നില്ല, അതിനെങ്ങനെ പ്രായോഗികവൽക്കരിക്കാം എന്നുള്ളതിന്റെ ഉദാഹരണങ്ങളായിരുന്നു. വലിയ സ്റ്റഡി ക്ലാസ്സുകളിലൂടെയല്ല ഹിന്ദുഐക്യം രൂപീകരിക്കപ്പെട്ടത്. പ്രക്ഷോഭത്തിന്റെ പ്രായോഗികമായ ഹട്ടപ്പാടിലൂടെ കടന്നു വന്നാണ് ഹിന്ദുഐക്യതി അതിന്റെ ഇന്ന് കാണുന്ന രൂപത്തെ പരുവപ്പെടുത്തിയെടുത്തത്. ഇങ്ങനെ ഒരു പൂർവ്വകാല ചരിത്രമുണ്ട്. ആ ഒരു വലിയ മുന്നേറ്റത്തിന് എന്തുകൊണ്ടും അനുയോജ്യമായ ഒരാൾ വേണമെന്നത് സംഘടനാ നേതൃത്വങ്ങളിൽ ചിന്തിച്ചതിന്റെ ഫലമായിട്ടായിരിക്കാം ഒരുപക്ഷെ സംസ്ഥാന സമ്മേളനത്തിൽ ചെന്നിരുന്നത് അനൗൺസ് ചെയ്യുമ്പോൾ അവിടെ കൂടിയിരുന്ന ഈ എല്ലാവരും തന്നെ ഞെട്ടിപ്പോയി എന്നുള്ളതാണ് എന്റെ വസ്തുത. ബാബുചേട്ടനേക്കാൾ സീനിയറായി എത്രയോ ആൾക്കാർ അവിടെ ഇരിക്കുന്നു. പക്ഷെ അതെല്ലാം മറികടന്നുകൊണ്ട് എന്തുകൊണ്ടാണ് സംഘടനാ നേതൃത്വം ബാബുചേട്ടനെ ചുമതല ഏൽപ്പിച്ചത് എന്ന് ആലോചിക്കുമ്പോഴാണ് ടീച്ചർ നടത്തിയ ഈ മുന്നേറ്റത്തിന് അതിന് തത്തുല്യമായ ഒരു പിന്തുടർച്ചാവകാശി വേണം എന്നൊരു പക്ഷേ സംഘടന നിശ്ചയിച്ചിരിക്കാം. അതുകൊണ്ടാണ് പ്രായത്തെയും മറികടന്നുകൊണ്ട് താരതമ്യേന ജൂനിയർ ആയിട്ടുള്ള, പ്രായം കൊണ്ട് ജൂനിയറായിട്ടുള്ള ബാബുചേട്ടനെ സംസ്ഥാന പ്രസിഡന്റായി ചുമതല ഏൽപ്പിച്ചത്. അപ്പോ ബാബുചേട്ടനെ ഞാൻ പിന്നെ വിളിച്ചപ്പോഴും ബാബുചേട്ടൻ അതേ ഒരു ഇതിലാണ് സംഘടനാ നേതൃത്വം നിശ്ചയിച്ചപ്പോൾ അതിന് സമ്മതിക്കുക അല്ലാതെ വേറെ മാർഗമില്ല എന്നൊരു സ്ഥിതിയിലാണ് ബാബുചേട്ടൻ അതിന് മറുപടി പറഞ്ഞത്. എന്നാൽ അപ്രതീക്ഷിതമാണ് ഈ തീരുമാനങ്ങൾ എന്നുള്ളതാണ്. എന്തായിരുന്നാലും ടീച്ചർ മുന്നോട്ടേക്ക് വെച്ച ഹിന്ദു ഐക്യത്തിന്റെ ആ മാസ്മരികമായ ഊർജ്ജസ്വലത നമ്മുടെ ഗ്രാമങ്ങളിലും നമ്മുടെ വ്യക്തികളുടെ മനസ്സുകളിലും ഹൃദയങ്ങളിലും രക്തധമനികളിലെല്ലാം ഊർജ്ജസ്വലമായി നിലനിൽക്കുവാൻ ഏറ്റവും ഉജ്ജ്വലമായ ഒരു സ്ഥാനമാണ് ബാബുചേട്ടൻ. എല്ലാം കൊണ്ടും അർഹതയുള്ള ഒരു വ്യക്തിയാണ്. ആ വ്യക്തിയെ ഈ നിങ്ങളുടെ എല്ലാം അനുവാദത്തോടു കൂടി ഞാൻ അനുമോദനം അർപ്പിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. സമാനതകളില്ലാത്ത ധൈര്യം ഞങ്ങൾ യുവത്വത്തിന് പകർന്നു നൽകിയ വ്യക്തിത്വമാണ് ശ്രീ RV ബാബുചേട്ടൻ. ബാബുചേട്ടൻ നൽകിയ ധൈര്യത്തിന്റെ പുറത്ത് സംഘപ്രവർത്തനത്തിലും അതുപോലെ തന്നെ വിദ്യാർത്ഥി പരിഷത്തിന്റെ പ്രവർത്തനത്തിലും ഇറങ്ങിത്തിരിച്ച ഒട്ടേറെ പേരെ എനിക്ക് പരിചിതമാണ്. അതിൽ ഒരു എളിയ വ്യക്തിത്വമാണ് ഞാൻ. തീർച്ചയായും ഈ വേദി എത്രയോ ധന്യമാണ്. പ്രായം കൊണ്ടല്ല, കർമ്മം കൊണ്ട് നമ്മളൊക്കെ ആദരിക്കപ്പെടുന്ന ഒരു മുഹൂർത്തം ജീവിതത്തിൽ ഉണ്ടാവുക എന്ന് പറയുന്നത്, അതാണ്
ഏറ്റവും വലിയ ധന്യത. ബാബുചേട്ടനെക്കാളും ഒത്തിരി സീനിയർ ആയിട്ടുള്ള ആളുകളാല് ബാബുചേട്ടൻ ഇവിടെ ആദരിക്കപ്പെടുമ്പോൾ അത് നൽകുന്ന ഒരു ഊർജം അതിവിടെ എല്ലാം പ്രസരിക്കട്ടെ, ഓരോ മനസ്സുകളിലേക്കും അത് പടരട്ടെ. ബാബുചേട്ടനായിരിക്കും ഇങ്ങനെ ഒരു അനുമോദന സമ്മേളനം നടത്തുന്നു എന്ന് പറയുമ്പോൾ ആദ്യം അത് വേണ്ട എന്ന് പറയുന്നയാള്. കാരണം ബാബുചേട്ടൻ ഒരിക്കലും അങ്ങനെയൊന്നും സമ്മതിക്കുന്ന ഒരു വ്യക്തിയല്ല. ബാബുചേട്ടൻ, ഞങ്ങൾ നിങ്ങളെ അനുമോദിക്കുന്നത് കൂടുതൽ ഉത്തരവാദിത്വം നിങ്ങൾ ഏറ്റെടുക്കണമെന്നുള്ള ഓർമ്മപ്പെടുത്തലാണ്. തീർച്ചയായും നമുക്ക് ഈ ആദരവ് അർപ്പിച്ചു തുടങ്ങാം. ജസ്റ്റിസ് PN രവീന്ദ്രൻ സർ മുൻ ജഡ്ജിയാണ് കേരള ഹൈക്കോടതിയിലെ. ആദരിക്കുന്നതിന് മുമ്പ് ബാബുചേട്ടനെ കുറിച്ച് അദ്ദേഹം നമ്മളോട് സംസാരിക്കുന്നതായിരിക്കും. ചേട്ടാ ജയ് ശ്രീറാം. വേദിയിലും സദസ്സിലുള്ള സജ്ജനങ്ങളെ എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശ്രീ ബാബുവായിട്ടുള്ള പരിചയം വളരെ 5-6 വർഷത്തെ പരിചയമില്ല. വിദ്യാഭ്യാസത്തിന് ശേഷം അടുത്തത് നമുക്കൊരു ശക്തനായ ഒരു നേതാവിനെയാണ് 26-ാം തീയതി മെയ് 26-ാം തീയതി തന്നത്. ശശികല ടീച്ചർ പിന്തുണച്ചക്കാരനായി ശശികല ടീച്ചറുടെ പ്രവർത്തനത്തിന് മാറ്റുകൂട്ടുന്ന രീതിയിൽ പ്രവർത്തിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുമെന്നാണ് എൻ്റെ ഒരു തീരുമാനം. വളരെ ചുരുക്കത്തിൽ അദ്ദേഹത്തിന്റെ ഞാൻ TV ചാനൽ ചർച്ചകളൊക്കെ കേട്ടിട്ടുണ്ട്. ശക്തനായ ഒരു നേതാവിനെയാണ് നമുക്ക് കിട്ടിയത്. അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പിനെ തുടർന്നാണ് ആദ്യമായിട്ട് കേരളത്തിലെ തൃശ്ശൂർ കാവൽ വരുന്നത്. നല്ല ലക്ഷണമുണ്ട്. ആത്മാഭിമാനമുള്ള എല്ലാവർക്കും ഒരു മാതൃകയാവുന്ന ഒരു പുരുഷനാണ് അദ്ദേഹം, ഒരു വ്യക്തിയാണ് അദ്ദേഹം. പുരുഷന് വളരെ ക്ഷമിക്കണം, ഒരു വ്യക്തിയാണ് അദ്ദേഹം. മനുഷ്യൻ ശക്തനായ ഒരു നേതാവിനെയാണ് നമുക്ക് കിട്ടിയത്. എന്താ പറയാ, ഞാൻ കഴിഞ്ഞ ദിവസം വാട്സാപ്പിലെ മെസ്സേജ് ഞാൻ ഇത്ര നേരം തിരഞ്ഞതാണ്, കിട്ടിയില്ല. ഒരു പശുക്കിടാവ് ജനിച്ച ഉടനെ കണ്ണു തുറന്നു. പൂച്ചയാണെങ്കിൽ 6 ദിവസം എടുത്തു, നായ്ക്കുട്ടികളാണെങ്കിൽ 2 ദിവസം. പക്ഷെ ഹിന്ദു കുട്ടികളുടെ കണ്ണ് ഒരിക്കലും തുറക്കില്ല. നിയമവ്യവസ്ഥയോട് നല്ല പെരുമാറ്റം വേണ്ടാന്നല്ല പറഞ്ഞു. നമ്മുടെ അവകാശങ്ങൾ നേടിയെടുക്കാനും സംരക്ഷിക്കാനും എന്ത് സംഭവിച്ചാലും നമ്മുടെ കൂടപ്പിറപ്പുകളുടെയും ഇതിലടക്കമുണ്ട്. ആദ്യം കണ്ണു തുറക്കി. അവർക്ക് ഇലക്ഷൻ ദിവസമാണ് അവർക്ക് ടൂർ മൂന്നാറിലേക്ക്, മലമ്പുഴയ്ക്ക്, ഊട്ടിക്കൊക്കെ പോകാൻ തെരഞ്ഞെടുക്കുന്നത്. ഇലക്ഷൻ വെള്ളിയാഴ്ച വെച്ചാൽ അവർ വെള്ളി, ശനി, ഞായറും അവധി ആഘോഷിക്കും. എന്നിട്ട് പിന്നെ നാട്ടിലുള്ളവരെ മുഴുവൻ കിട്ടുന്നത് മോദി അത് ചെയ്യണം, ശരിയായിട്ട് ഇത് ചെയ്യണം, ഇത് ചെയ്യണം എന്ന് പ്രസംഗിക്കും. അവനവന്റെ ജോലി ഇലക്ഷനിൽ തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുക. എന്തുകൊണ്ടോ കേരളത്തിൽ പ്രത്യേകിച്ച് എന്റെ വീട്ടിൽ 3 വോട്ടാണ്. ഒരാൾക്ക് സുഖമില്ലാത്തത് വോട്ട് ചെയ്യാൻ പറ്റിയില്ല, 2 പേർക്ക് വോട്ട്. ഒരുപാട് പേരുണ്ട് ലീവെടുത്ത്. എനിക്ക് ശ്രീ ബാബുവിനോട് പറയാറുള്ളത്, അദ്ദേഹവും വിശ്വന്റെ കക്ഷികളൊക്കെ ഈ കാര്യത്തിലും കൂടെ ഒരു മുൻകൈ എടുക്കണം. ഇലക്ഷൻ്റെ അന്ന് നിങ്ങൾ ആഘോഷിക്കരുത്, ഇലക്ഷൻ ഉത്സവം ആഘോഷിക്കണം, പോയി വോട്ട് ചെയ്യണം എന്നുള്ളത് ആ ഒരു ചിന്ത ഹിന്ദുക്കൾക്കിടയ്ക്ക് ഉണ്ടാവണം. ഇതിന്റെ ശുഭലക്ഷണമാണ് കണ്ടത്. സുരേഷ് ഗോപി ജയിച്ചത് നല്ലൊരു ഗുഡ് ഓമൻ. ഹിന്ദു ഐക്യവേദിയെ കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തിക്കാൻ അദ്ദേഹത്തിന് കഴിയട്ടെ. സർവശക്തനായ ഈശ്വരൻ അദ്ദേഹത്തിനായുള്ള ആരോഗ്യവും ദീർഘായുസ്സും നൽകട്ടെ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. കൂടുതൽ പറഞ്ഞാൽ അധിക്ഷേപമാവും. മികച്ച ആളുകളെ കൂടെ വരാനുണ്ട്. DG മോഹൻദാസിനെ കേൾക്കാനും നിർത്തിയാണ് ഞാൻ ഇവിടെ വന്നത്. അദ്ദേഹം വീട്ടിലാണെന്ന് തോന്നുന്നു. ഞാൻ ചുരുക്കത്തിൽ ആളുകളെ കേൾക്കാറുണ്ട്. ശ്രീ ബാബുവിന്റെ കേൾക്കാറുണ്ട്, ശ്രീ KVS ഹരിദാസിനെ കേൾക്കാറുണ്ട്, ശ്രീജിത് മണിക്കര്, DG മോഹൻദാസ്, കുറച്ച് ആളുകളെ കേൾക്കാറുണ്ട്. എനിക്ക് എന്തുകൊണ്ട് ഈ ചാനൽ ചെയ്യാനോട് വലിയ ഇഷ്ടമില്ല. കാരണം മാന്യത വിട്ടാണ് പലരും പെരുമാറുന്നത്. ഈ പറഞ്ഞത് 4 പേരും നല്ല രീതിയിലാണ് വരുന്നത്. അതുകൊണ്ടാണ് അവരുടെ ചർച്ചകൾ കേൾക്കാനും സുഖമാണ്. അദ്ദേഹത്തിന്, ശ്രീ ബാബുവിന് എല്ലാ മംഗളങ്ങളും നേരുന്നു. ഞാൻ പറഞ്ഞ പോലെ 2026
ഒരു താമരയ്ക്ക് വരും 10 താമര വികസിത നന്ദി, നമസ്കാരം. മൈക്ക് അങ്ങോട്ട് തിരിച്ചു വയ്ക്കും. മേഘാജി സ്പീക്കറിൻ്റെ മുന്നിൽ നിന്ന് മാറും. അങ്ങോട്ട് ബാക്കിലോട്ട് പോകും. ബാക്കിലോട്ട് സ്പീക്കർ അവിടെയാണ്. ഏതൊരു ചടങ്ങും ധന്യമാവുന്നത് ഗുരുവിന്റെ അനുഗ്രഹത്താലാണ്. അതെ, മഹാരാജാസ് കോളേജിലെ മുൻ പ്രൊഫസറായിരുന്ന MV ബെന്നി സാർ, മലയാളം വാരികയുടെ പത്രാധിപരായിട്ടുള്ള പ്രൊഫസർ MV ബെന്നി സാർ അനുഗ്രഹം ചൊരിയുന്നു. സാധാരണഗതി ഹിന്ദുക്കളുമായി ബന്ധപ്പെട്ട ഒരുമാതിരി എല്ലാ ചടങ്ങുകളിലും വലിയ ഹിന്ദുക്കളുടെ അധിക്ഷേപം കേൾക്കുകയും ചെയ്യുന്ന ഒരാളാണ് ഞാൻ. കാരണം എൻ്റെ കുട്ടിക്കാലം തൃശ്ശൂരാണ്. അവിടെ ഒരു ക്ഷേത്രത്തോട് ചേർന്നുള്ള 2 ഭാഗങ്ങളിലും ഞങ്ങളുടെ വീട്ടുകാരുടെ പ്രോപ്പർട്ടിയാണ്. ആ ക്ഷേത്രത്തിന് 2 അതിരുകളേ ഉള്ളൂ. ആ 2 അതിരുകളും ഞങ്ങളുടെ പ്രോപ്പർട്ടിയാണ്. ബാക്കി 2 അതിരുകൾ റോഡും. ഇപ്പോൾ ദേവസ്വം ബോർഡിൻ്റെ ക്ഷേത്രമാണെങ്കിൽ വന്നത് ഒരു നമ്പൂതിരി മനക്കാരുടെ ക്ഷേത്രമാണ്. അപ്പോൾ ആ ക്ഷേത്രത്തിൻ്റെ തൊട്ട അയൽവാസികൾ ഞങ്ങളാണ്. അതുകൊണ്ട് ബ്രാഹ്മണരെ കുറിച്ച് ആളുകൾ പറയുന്ന അധിക്ഷേപത്തിൽ ഒരു കഥയുമില്ലെന്ന് അവിടെ ജീവിച്ച കാലം മുതൽക്ക് എൻ്റെ കുടുംബത്തിൽപ്പെട്ട എല്ലാവർക്കും അറിയാം. അവര് സഹാനുഭൂതിയോട് മറ്റുള്ളവരെ കാണുകയും ഇടപെടുകയും ചെയ്യുന്നു. മറ്റ് ഹിന്ദു വിഭാഗത്തിൽപ്പെട്ടവരും ആ കാര്യത്തിൽ വ്യത്യസ്തരായ ആൾക്കാരുണ്ട്. തൃശ്ശൂരിൽ നിന്ന് കൊച്ചിയിൽ വന്നപ്പോൾ ശ്രീനാരായണ ഗുരുദേവന്റെ ക്ഷേത്രത്തിന്റെ പരിസരത്തായി ഞങ്ങൾ അവിടെ സ്വാഭാവികമായും ബ്രാഹ്മണരുടെ മേഖലയല്ല, അല്ലെങ്കിൽ സവർണ ഹിന്ദുക്കളുടെ മേഖലയല്ല. പക്ഷേ ഈ ഹിന്ദുക്കളുടെ പെരുമാറ്റത്തിൽ ഒരു കുഴപ്പം എനിക്ക് തോന്നിയിട്ടില്ല. അവിടെയും ഇവിടെയും അവര് പരമാവധി സഹാനുഭൂതിയോടുകൂടി ആരുടെ പ്രശ്നമാണെങ്കിൽ ആ പ്രശ്നം പരിഹരിക്കാൻ അവരെ കൊണ്ടാകുന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് ഒരിക്കൽ ഞാൻ ഫേസ്ബുക്കിൽ എഴുതി, ഇത് ഹിന്ദു എന്ന് പറയുന്നത് എന്തോ കുഴപ്പം പിടിച്ച ആളാണെന്നുള്ള മട്ടിൽ ഭയങ്കരമായ ഈ പ്രചരണ പ്രവാഹക വാർത്തകൾ നടക്കുമ്പോൾ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം ഹിന്ദുക്കളുടെ താമസിക്കാൻ എന്നെ അനുവദിക്കണം എന്നുള്ളത് മാത്രമാണ്. ഒരു സംശയമില്ല, ഹിന്ദുക്കൾക്കിടയിൽ താമസിക്കാൻ അനുവദിക്കണം. കാരണം അത്രയ്ക്ക് സൗഹാർദ്ദപരമായ ഇടപെടലാണ് ആ നാട്ടിലൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇപ്പോൾ ഏതാണ്ട് ഹിന്ദുക്കൾക്ക് വരുന്ന ചില പ്രശ്നങ്ങളുടെ ഘട്ടത്തിൽ അതിനുവേണ്ടി ഇപ്പോൾ ശബരിമല പ്രശ്നം വരുമ്പോൾ നാട്ടിലൊരു നാമജപ ഘോഷയാത്ര 10,000 പേരെങ്കിലൊക്കെ ഉണ്ടാവും. അപ്പൊ അവര് പലരും ഹിന്ദുക്കൾ എന്നോട് ഒരു വാക്ക് സംസാരിക്കുകയും ചെയ്തു. കാരണം അവർക്കൊരു പ്രശ്നമുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ നമ്മൾ വേണം, നമുക്കൊരു പ്രശ്നമുണ്ടെങ്കിൽ പരിഹരിക്കാൻ അവരും വേണം. അങ്ങനെയാണ് സമൂഹം മുന്നോട്ട് പോകുന്നത് എന്ന ബോധം ഹിന്ദുക്കൾക്കുണ്ട്. പക്ഷേ മറ്റു പലരും ചില അവർക്ക് പ്രയോജനമില്ലാത്ത കാര്യത്തിൽ അല്പം പുറകിലേക്ക് മാറി നിൽക്കുന്നതിലാണ്. ഞാനിവിടെ ഈ മഹാരാജ് കോളേജിൽ പഠിക്കുന്ന കാലത്ത് ചെയർമാനായിരുന്നു. മഹാരാജ് കോളേജിലെ ചെയർമാനായിരുന്നു, അന്നത്തെ സഭയുടെ ചെയർമാനായിരുന്നു എന്ന് ചോദിച്ചാൽ എന്തോ കുഴപ്പം പിടിച്ചാണെന്ന് എനിക്ക് തെറ്റിദ്ധരിക്കും. ആ കാലമല്ല, മര്യാദക്കുള്ള ആൾക്കാർ ചെയർമാന്മാരാകുന്ന കാലമാണ്. അപ്പോൾ ആ കാലത്ത് എനിക്ക് പഴശ്ശിരാജായുടെ എന്തോ ഒരു ജാഥയോ എന്തോ ABVP-ക്കാരാണ്, ആകെ 4-5 ABVP-ക്കാരെ അവിടെ ഉണ്ടാവുള്ളൂ. എന്നാലും അവരതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ഞാൻ കോളേജ് യൂണിയൻ ചെയർമാനൊക്കെ ഞാൻ പറഞ്ഞു, നമുക്ക് സെൻട്രൽ സർക്കിളിൽ ഞങ്ങളെല്ലാം ഇവിടെ വരാം, എല്ലാവരും പങ്കെടുത്തുകൊണ്ട്. കാരണം പഴശ്ശിരാജയല്ലേ, നമ്മുടെ രാജ്യത്തിന്റെ അഭിമാനമല്ലേ. അപ്പൊ അത് അങ്ങനെ കണ്ടിട്ട് വേണം നമ്മൾ ചെയ്യാൻ. അതുകൊണ്ട് ആ സുഹൃത്തുക്കളൊക്കെ ഇപ്പോഴും സുഹൃത്തുക്കളായി തുടങ്ങി.
ഏതായാലും ഞാൻ ഇന്നും BJP ഒന്നുമല്ല, രാഷ്ട്രീയമൊന്നുമില്ല, പക്ഷേ BJP ഒന്നുമല്ല. എന്നാൽ ഹിന്ദുക്കളോടുള്ള അനുഭാവം ഉടനീളം മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരാളാണ്. കാരണം നിങ്ങൾ ഏത് രാജ്യത്ത് ചെന്നാലും, ഇപ്പോൾ യൂറോപ്പിൽ നിങ്ങൾ പോയിട്ടുണ്ടാവും, ഞാൻ പോയിട്ടുണ്ട്, അല്ലെങ്കിൽ ഗൾഫിൽ പോയിട്ടുണ്ടാവും, ഇവിടെ മാത്രം കണ്ടിട്ടുള്ളൊരു കുഴപ്പം, ഭൂരിപക്ഷ മതത്തെ അധിക്ഷേപിച്ചുകൊണ്ട് ആ രാജ്യത്ത് തുടരാൻ വലിയ ബുദ്ധിമുട്ടാണ്. എവിടെയാണെങ്കിൽ ഭൂരിപക്ഷ മതത്തെ ആക്രമിച്ചുകൊണ്ട് ഒരു രാജ്യത്ത് തുടരാൻ പറ്റില്ല. ഞാൻ ബ്രിട്ടനിൽ വെച്ചൊരു സാഹിബുമായിട്ട് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞിങ്ങനെ ഈ യൂറോപ്പും അമേരിക്കയൊക്കെ തുറന്നിട്ട അവസ്ഥയിലാണല്ലോ മോഡി വന്നപ്പോൾ. ഒരുപാട് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആൾക്കാർക്കാണ് വിസ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അവിടുത്തെ പ്രശ്നം എന്താ വെച്ചാൽ, ഈ പണ്ട് പാകിസ്ഥാൻ മുസ്ലിങ്ങളായിരുന്നുണ്ട്. അപ്പോൾ അത് കൗണ്ടർ ചെയ്യാൻ വേണ്ടി ആയിരിക്കുമോ എന്ന് അറിയില്ല. പക്ഷെ ഇങ്ങനൊരു വ്യാപകമായിട്ട് ഇന്ത്യക്കാർക്ക് വിസ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ച അവസാനം ഈ ഹിന്ദുക്കളെ പ്രശ്നം ഉണ്ടാക്കും ഇതുപോലെ ബ്രിട്ടനിൽ. അപ്പൊ അയാൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അവർക്ക് അവരുടെ സ്വന്തം രാജ്യം കയ്യിൽ ഒതുക്കാൻ പറ്റിയിട്ടില്ല. ഇന്ത്യയിലെ ഹിന്ദുക്കൾക്ക് ഇന്ത്യ കയ്യിൽ ഒതുക്കാൻ പറ്റിയിട്ടില്ല. ബാക്കി അവരെ ഒതുക്കിയിട്ടാൽ ഇതിനകത്ത് ഇടപെടാൻ നിൽക്കുള്ളൂ. ഈ പറഞ്ഞ പോലെ ഒരു താരതമ്യേന മറ്റുള്ളവരുമായിട്ട് യുദ്ധം ചെയ്യാതെ, വഴക്കുണ്ടാക്കാതെ, അലമ്പുണ്ടാക്കാതെ ശാന്തമായി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഹിന്ദുക്കൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു ലളിതമായ കാര്യം ഇത്രയേ ഉള്ളൂ. ബലമില്ലാത്തവരെ ലോകത്ത് ആരും അംഗീകരിക്കില്ല. ഈ ബലമുള്ളത് കൊണ്ട് മറ്റുള്ളവരെ കിട്ടുകയറണം എന്നല്ലേ പറയുന്നതിനർത്ഥം. നിങ്ങൾ ബലവാന്മാരായിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ഏതെങ്കിലും ഒരു ബലമില്ലാത്ത ദുർബലിനെ ആരാ മാനിക്കുന്നത്? അപ്പോ ഹിന്ദു സമൂഹം അവര് ബലമുള്ളവരായി മാറുകയും ആ ബലമുള്ളവരായി തീർച്ചയായും മറ്റു മതക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കണമെന്നല്ല ഈ പറയുന്നത്. പക്ഷെ സ്വന്തം ധാർമ്മിക ബോധത്തിൽ അടിയുറച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയും ചെയ്യുമ്പോൾ ഇന്നത്തെ ഇന്ത്യ 10 മടങ്ങ് ശേഷിയുള്ള ഇന്ത്യയായി ഉയരും. കാരണം ഭൂരിപക്ഷ മതം മുന്നോട്ട് പോകാതെ ഒരു രാജ്യത്തിന് മുന്നോട്ട് പോകാൻ കഴിയില്ല. അപ്പൊ തീർച്ചയായും അതിന് നിങ്ങൾക്ക് കഴിയണമെന്നുള്ളത് മാത്രമാണ് എൻ്റെ പ്രാർത്ഥന. ആർവി ബാബു ആണെങ്കിൽ ദീർഘകാലം സുഹൃത്താണ്. പലപ്പോഴും ആർവി ബാബു എവിടെയെങ്കിലുമൊക്കെ ഈ എന്തെങ്കിലുമൊക്കെ ഇതുപോലത്തെ പരിപാടികൾക്കൊക്കെ വിളിക്കുമ്പോൾ പോകുന്നതിൻ്റെ ഒരു ഗുണം എന്ന് വെച്ചാൽ അത് പോയാൽ ആയനത്തിൽ കുറച്ച് കഴിഞ്ഞും കൂടെ കേൾക്കും. അപ്പൊ അതുകൊണ്ട് ഈ ഇടയ്ക്ക് നമ്മുടെ അധികം ആരോഗ്യമില്ലാത്തതുകൊണ്ട് ഒരുപാട് പെരുകേക്കാനുള്ള ആരോഗ്യമില്ല. അപ്പൊ അതുകൊണ്ട് ഇടയ്ക്ക് നമ്മളെയൊക്കെ വിളിക്കുമ്പോൾ ഒഴിവാക്കണമെന്ന് പറയും. എന്നാലും അദ്ദേഹം വിളിച്ചാൽ പോവും. കഴിയുന്നത്ര അദ്ദേഹം വിളിച്ചില്ലെങ്കിൽ അത്രയും സന്തോഷം. കാരണം വെച്ചാൽ ഇത് ഈ ഹിന്ദുക്കൾക്കെതിരെ എന്തെങ്കിലും പറഞ്ഞു പോയാൽ പിന്നെ തെറിയുടെ കൈലാസമാണ്. എന്ത് ഇവരുടെ പ്രശ്നം എനിക്ക് മനസ്സിലായിട്ടില്ല. ഹിന്ദുക്കൾ എന്ത് കുഴപ്പമുണ്ടാക്കിയിട്ടാണ് കാര്യങ്ങൾ. അപ്പൊ എനിക്ക് തോന്നുന്നത് കുഴപ്പമുണ്ടാക്കിയതല്ല, നിങ്ങൾ ദുർബലരാണ്, അതാണ് പ്രശ്നം. നിങ്ങൾ ദുർബലരാണ് എന്ന ഒറ്റ പ്രശ്നം കൊണ്ടാണ് ഈ പരിഹാസവും ആക്ഷേപവും അധിക്ഷേപവും ഒക്കെ വരുന്നത്. നിങ്ങൾ ധീരരായിരിക്കുക. ആർവി ബാബു സുന്ദരനാണെന്ന് ഇവിടെ ആരും പ്രസംഗിച്ചില്ലല്ലോ അല്ലേ? അദ്ദേഹം പല സിനിമയിലൊക്കെ പോയിരുന്നെങ്കിൽ മോഹൻലാലിനെ പോലെയൊക്കെ രക്ഷപ്പെടാവുന്ന ഒരു നടനായിരുന്ന അത്ര സൗകര്യമുള്ള ആളായിട്ടാണ് എനിക്ക് അന്നും തോന്നിയിട്ടുണ്ട്, ഇന്നും തോന്നിയിട്ടില്ല. നല്ല ഒരു പ്രസന്നപരനായ ആളാണ്. മാത്രമല്ല എനിക്ക് ആർവി ബാബുവിനോടുള്ളൊരു പ്രത്യേക ഒരു സ്നേഹം എന്താ വെച്ചാൽ, നിങ്ങൾ തൃശ്ശൂർക്കാർക്ക് ഒരു കുഴപ്പമില്ല, നിങ്ങൾ പ്രസ്ഥാനത്തും ബന്ധം പറയും. ഈ ഇന്നസെന്റിനൊക്കെ ഉള്ളവരെ അതൊക്കെ ആളുകൾക്ക് പെട്ടെന്ന് ഭരിതം കേട്ടാൽ മനസ്സിലാകാത്ത കാലം. അപ്പൊ ഇത് ഭരിതം പറഞ്ഞാൽ മനസ്സിലാകുന്ന അപൂർവം ആൾക്കാരിൽ പെട്ടതാണ് ആർവി ബാബു. ഞാൻ ഇന്ന് രാവിലെ ആർവി ബാബുവിനെ ഫോൺ വിളിച്ചിട്ട് ഈ പരിപാടിയുടെ കാര്യമൊക്കെ പറഞ്ഞു വരുമ്പോൾ ഞാൻ ഒരു തമാശ പറഞ്ഞു. ഈ ഞങ്ങൾ പണ്ട് പറയാറുള്ളത്, ഈ മോഡിയൊക്കെ വരുന്ന മുമ്പുള്ള കാലത്താണ് തമാശ പറയാറുള്ളത്, ഈ RSS BJP എന്താ ഹിന്ദു ക്ഷേത്രത്തിൽ ഇത് ഹിന്ദു സംഘടനയായാലും നിങ്ങളിത് നടത്താൻ 10 കൊല്ലത്തേക്ക് CMI അച്ഛന്മാരെ പാട്ടത്തിനേൽപ്പിക്കുക. ഇത് ഒരു ലാഭത്തിനുള്ള കഴിയുമ്പോൾ നിങ്ങളെ തിരിച്ചേൽപ്പിക്കണമെന്ന് അത്ര എഫിഷ്യന്റും കാര്യമുണ്ടോ? ഇത് എന്താ നടത്തുന്നത് ഹിന്ദുക്കൾക്ക് പറഞ്ഞുകൂടാ. ഇത് വേറെ ആരുടെ കാര്യമാണെന്ന് ഹിന്ദുക്കളും വിചാരിക്കണം. ഇത് അവരുടെ മതത്തിന്റെ കാര്യമല്ല, നമ്മുടെ മതത്തിന്റെ കാര്യമല്ലോ. അപ്പൊ ആ ബോധം ഹിന്ദുക്കൾക്ക് ഉണ്ടാകണം. ആ ഹിന്ദുക്കൾക്ക് ആ ബോധം ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ
അറിവാകണമെന്ന് പറഞ്ഞത് ഇതിലുള്ള നിയമ അച്ഛന്മാരെ എന്നിട്ട് ലാഭത്തിൽ ഓടിക്കൊടുക്കും. ഏതായാലും അങ്ങനെ തമാശ പറയാനുള്ളൊരു സ്വാതന്ത്ര്യമൊക്കെ അദ്ദേഹത്തോടുണ്ട്. ഹിന്ദുക്കളുമായി ബന്ധപ്പെട്ട ഹിന്ദുക്കൾക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും അത് നമ്മൾ പരിഹരിക്കാൻ പ്രാപ്തരാണെന്നുള്ള മണ്ടത്തരം പറയാൻ വേണ്ടിയല്ല. പക്ഷെ അതിൻ്റെ കൂടെ എൻ്റെ ഒരു സ്നേഹവും കൂടെ ഉണ്ടാവാൻ അത് പരിഹരിക്കാൻ നിങ്ങൾ നടത്തുന്ന